ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ചവ്വരിയും പാലും വീട്ടിലുള്ള കുറച്ച് ചേരുവകളും ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇപ്പോൾ ബലിപ്പെരുന്നാളൊക്കെ എത്താറായിപ്പോയി. വിശേഷ ദിവസങ്ങളിലൊക്കെ വിരുന്നുകാർക്കും കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക, സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ബലിപ്പെരുന്നാൾ ആശംസകൾ. അതിനായിട്ട് ഒരു 3/4 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ചിലയിടത്ത് സാബൂനരി എന്ന് പറയും. അതിലേക്ക് ഒരു 3/4 കപ്പ് തിളയ്ക്കൊന്നും വേണ്ട, തിളയ്ക്കുന്നതിന് അടുത്ത് വെക്കുന്ന ആ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് ഒന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കുതിരാനായിട്ട്. 30 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് സോഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ചെറിയ ജാറിലിട്ട് അരയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. ഇത് മഷി പോലെയൊന്നും അരയൊന്നും വേണ്ട. അതിലേക്കൊരു കുറച്ച് അല്പം ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. മഷി പോലെയൊന്നും അരയേണ്ട. ചെറിയ ജാറിലിട്ട് അരയ്ക്കുന്നതിന് നേരം വെള്ളമൊന്നും ഒഴിക്കുന്നതല്ലല്ലോ, അതാണ്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് കോൺഫ്ലവർ അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ വെള്ളത്തിൻ്റെയൊക്കെ അനുസരിച്ച് പൊടിയിൽ ചേർക്കുന്നതിൽ കുറച്ച് മാറ്റമൊക്കെ വരും. അപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇതേപോലെ ഇരിക്കണം. നമുക്കിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാനുള്ള അല്പം കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട്, നെയ്യോ എണ്ണയോ തടവിയിട്ട് നമുക്കിത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഈ സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്താൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കാരമൽ വെക്കാനുള്ളത്. കൂടുതലും ഇത് മൂത്തുപോലെ അത് വേറെ ടേസ്റ്റായിപ്പോൾ ഇതേപോലെ ആയാൽ മതി. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആ പാൽ നമുക്കിതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കട്ടയായിട്ടിരിക്കുന്നത് പേടിക്കേണ്ട, അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു വന്നോളും. അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു വന്നോളും. ഇതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയിരിക്കുന്ന പാലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നേരത്തെ നമ്മൾ ഉരുട്ടി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ചവ്വരി വെച്ച് ചിലയിടത്ത് സാബൂനരി എന്നാണ് പറയുന്നത്, ഞങ്ങളിവിടെ ചവ്വരി എന്നാണ് പറയുന്നത്. 2 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെന്ത് വരുമ്പോൾ ഇത് പൊങ്ങി വരും. അതാണ് കണക്ക്. വെന്ത് വരുമ്പം നമ്മൾ ഈ ബോൾസ് എല്ലാം കൂടെ പൊങ്ങി വരും. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് വെന്ത് വരുമ്പോൾ കണ്ടില്ലേ, ബോൾസ് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ ഇതേപോലെ പൊങ്ങി വരും. അതായത് കുറുകി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കയുടെ കുരു മാത്രം എടുത്ത് പൊടിച്ചതാണിത്. 6-7 ഏലക്കയുടെ കുരു എടുത്ത് പൊടിച്ചതാണിത്. അതോടെ ചേർത്ത് ഇളക്കി കൊടുത്ത് അത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ശേഷം ഏലക്കയൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ബദാമും പിസ്തയൊക്കെ ചോപ്പ് ചെയ്തതാണ് ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും വിരുന്നുകാർക്കായാലും ഏറെ ഇഷ്ടപ്പെടും. ഈ ബലിപ്പെരുന്നാളിനും വിശേഷ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതാണ്.
എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടെ തരാൻ മറക്കാതിരിക്കുക. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ഈ ബലിപ്പെരുന്നാളിനായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ബലിപ്പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.